നമസ്കാരം. എല്ലാ ദിവസവും രാവിലെയുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് കിടക്കാം. വെള്ളിയാഴ്ച ദിവസമാണ്. പൊതുവെ വോളറ്റിലിറ്റി ഉണ്ടാകാൻ സാധ്യതയുള്ള ദിവസമാണ് വെള്ളിയാഴ്ച. നിഫ്റ്റി 26,000 അത് സസ്റ്റെയിൻ ചെയ്യാതെ ഇന്നലെ താഴെ പോയ കാഴ്ച നമ്മൾ കണ്ടു. ഫാർമ സെക്ടറായിരുന്നു ഇന്നലെ വീക്ക്. അപ്പോൾ ഇന്നും നമുക്ക് ADR സ്റ്റോക്കുകൾ നോക്കാം. US മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ സ്റ്റോക്കുകളുടെ പ്രകടനം ആദ്യം ജസ്റ്റ് നോക്കാം. ഇതാണ് ADR സ്റ്റോക്കുകൾ. ഇതിൽ ഇൻഫോസിസ് 1.45% ഒരു ഫോൾ ഉണ്ടായിട്ടുണ്ട്. അതിനുശേഷം 4.42% റിക്കവർ ചെയ്തു. അപ്പോൾ ഓൾ ടുഗദർ 1% ഇടിഞ്ഞു. വിപ്രോ 4% ഒരു സ്പൈക്ക് ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ICICI ബാങ്കും HDFC ബാങ്കും എല്ലാം തന്നെ ഒരു 1% ഒരു ഫോള് ഉണ്ടാക്കിയിട്ടുണ്ട്. ഡോക്ടർ റെഡ്ഡി നമ്മൾ ഇന്നലെ കണ്ടിരുന്നു. അവിടെ 8% ഇടിഞ്ഞിരുന്നു. നമ്മളുടെ മാർക്കറ്റിൽ 4% ഒരു ഇടിവ് രേഖപ്പെടുത്തി. ഇനി ഗിഫ്റ്റ് നിഫ്റ്റി നോക്കാം. ഇന്നലെ വൈകിട്ട് 3:30 ക്ലോസ്. അതിനുശേഷം അതീവ വോളറ്റിലായിരുന്നു ഗിഫ്റ്റ് നിഫ്റ്റി. ഇപ്പോൾ ഏകദേശം അവിടെ തന്നെയാണ് ഗിഫ്റ്റ് നിഫ്റ്റി നിൽക്കുന്നത്, അതായത് ഇന്നലത്തെ വൈകിട്ടത്തെ ക്ലോസിൽ. ഇനി ഗ്ലോബൽ മാർക്കറ്റ് നോക്കാം. നാസ്ഡാക്കും ഡോയും US മാർക്കറ്റ് രണ്ടും ഇന്നലെ നെഗറ്റീവിൽ ക്ലോസ് ചെയ്തു. അതിന് മുകളിലുള്ള 3 യൂറോപ്യൻ മാർക്കറ്റും നെഗറ്റീവ് തന്നെയായിരുന്നു. ഇനി ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഏഷ്യൻ മാർക്കറ്റുകളിലെല്ലാം തന്നെ മിക്സ്ഡ് സെൻറ്റിമെൻറ്റ്സ് പൊതുവെ പോസിറ്റീവായിട്ട് നിലനിൽക്കുന്നുണ്ട്. ഇനി ഗോൾഡും $11 ഉയർന്നു. ഏറ്റവും ടോപ്പിൽ പോകുകയാണെങ്കിൽ ഡോ ഫ്യൂച്ചർ 57 പോയിൻറ്റ് പ്ലസ്സിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇനി ഇന്ന് ഒരുപാട് കമ്പനീസിൻ്റെ റിസൾട്ട് ഉണ്ട്. പ്രധാനമായിട്ടും ACCയുടെ റിസൾട്ട് ഉണ്ട്. ബജാജ് ഇലക്ട്രിക്സ്, ബാങ്ക് ഓഫ് ബറോഡ, BEL, BPCL തുടങ്ങിയ കമ്പനീസിൻ്റെ റിസൾട്ട്. ഇനി മിഡ് ക്യാപ്പിലേക്കൊക്കെ പോകുകയാണെങ്കിൽ പ്രധാനമായിട്ടും ഡോക്ടർ അൽപത് ലാബിൻ്റെ റിസൾട്ട് ഉണ്ട്. ഇമാമി പേപ്പർ മിൽസ് റിസൾട്ട്, ഗെയിലിൻ്റെ റിസൾട്ട് ഉണ്ട്. ഗോദ്രേജ് കൺസ്യൂമേഴ്സ് പ്രൊഡക്റ്റിൻ്റെ റിസൾട്ട് ഉണ്ട്. ഇനി മഹേന്ദ്ര ലൈഫ് സ്പേസ് ഡെവലപ്പേഴ്സ്, മാരുതിയുടെ റിസൾട്ട് എന്ന് വരുന്നുണ്ട്. മാരുതി സുസുക്കിയുടെ റിസൾട്ട് ഉണ്ട്. മഹേന്ദ്ര ഹോളിഡേയ്സ്, NOCIL റിസൾട്ട് ഉണ്ട്. ഫോണിക്സ് മിൽസ് എൻ്റെ റിസൾട്ട് ഉണ്ട്. അങ്ങനെ ഒരുപാട് കമ്പനീസിൻ്റെ ഇന്നലെ 45 ഉണ്ടായിരുന്നു. ഇന്ന് ഏകദേശം 38ഓളം കമ്പനീസിൻ്റെ റിസൾട്ട് ഉണ്ട്. അപ്പോൾ സ്റ്റോക്കുകളും അതുപോലെ തന്നെയാണ്. പല കമ്പനീസും ഇപ്പോൾ ഈ അവസാന ഘട്ടത്തിലേക്കൊക്കെ എത്തിയപ്പോൾ ഈ Q2 റിസൾട്ടിൽ നമ്മൾ കണ്ടിരുന്നു പല ബാങ്കിങ് കമ്പനീസും ഇന്നലെ നെറ്റ് പ്രോഫിറ്റിൽ വലിയ ഇടിവൊക്കെ രേഖപ്പെടുത്തി. അപ്പോൾ ഇപ്പോൾ മാർക്കറ്റിൽ ഫോക്കസ് ആയിരിക്കുന്നത് ഈ Q2 റിസൾട്ട് വന്ന കമ്പനികളുടെയൊക്കെ റിസൾട്ടിൻ്റെ റിയാക്ഷനാണ് ഇപ്പോൾ മാർക്കറ്റിൽ കാണുന്നത്. അങ്ങനെയുള്ള കുറച്ച് സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് പോകാം. ബൈസൽ റെക്കമെൻഡേഷൻ അല്ല. ITC കമ്പനി നെറ്റ് പ്രോഫിറ്റ് 2% ഉയർന്നിട്ടുണ്ട്. സ്വിഗ്ഗി നെറ്റ് ലോസാണ് ഉണ്ടാക്കിയിട്ടുള്ളത് 1000 കോടി രൂപ. ഡാബർ ഇന്ത്യ കമ്പനി നെറ്റ് പ്രോഫിറ്റ് 6.5% ഉയർന്നു. റിലയൻസ് ഗൂഗിൾ ആയിട്ട് ടൈപ്പ് ചെയ്ത് ഗൂഗിളിൻ്റെ പ്രീമിയം വെർഷനിലുള്ള ജിമിനി റിലയൻസ് ഉപഭോക്താക്കൾക്ക് കൊടുക്കാൻ ധാരണയായി. നിപ്പോൺ ലൈഫ് കമ്പനി നെറ്റ് പ്രോഫിറ്റ് അവർ 4.2% ഇടിവുണ്ടാക്കി. വെൽസ്പൻ കോർപ്പ് കമ്പനി നെറ്റ് പ്രോഫിറ്റ് 53% സ്പൈക്ക് ചെയ്തിട്ടുണ്ട്, ഉയർച്ച കൈവരിച്ചു. ഗിലറ്റ് ഇന്ത്യ കമ്പനി നെറ്റ് പ്രോഫിറ്റ് 11% ഉയർന്നു. മണപ്പുറം നെറ്റ് പ്രോഫിറ്റ് 62% ഇടിവ് രേഖപ്പെടുത്തി. ഭാരത് ഇലക്ട്രോണിക്സ് കമ്പനിക്ക് പുതിയൊരു ഓർഡർ കിട്ടി. 732 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചിട്ടുണ്ട്. ഡോക്ടർ അഗർവാൾ ഐ ഹോസ്പിറ്റലിൽ 14 കോടി രൂപയിൽ നിന്ന് 19 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർന്നു. നവീൻ ഫ്ലോറൈൻ 58 നിന്ന് 148 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർത്തി. മോത്തിലാൽ ഫിനാൻസ് കമ്പനി 1120 കോടി രൂപയിൽ നിന്ന് 362 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഇടിഞ്ഞു. IIFL ഫിനാൻസ് 158 കോടി രൂപ ലോസ് ഉണ്ടാക്കിയ കമ്പനി ഇത്തവണ 376 കോടി രൂപയുടെ പ്രോഫിറ്റ് ഉണ്ടാക്കി. L&T ഫുഡ് 148 കോടി രൂപയിൽ നിന്ന് 164 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർത്തി. ഡാറ്റാമാറ്റിക്സ് ഗ്ലോബൽ 42 കോടി രൂപയിൽ നിന്ന് 63 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർത്തി. യുണൈറ്റഡ് സ്പിരിറ്റ്സ് കമ്പനി 335 കോടി രൂപയിൽ നിന്ന് 470 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർത്തി. DLF 1380 കോടി രൂപയിൽ നിന്ന് 1380 നിന്ന് 1180 പ്രോഫിറ്റ് കുറഞ്ഞു. ലോധ ഡെവലപ്പേഴ്സ് റിയൽ എസ്റ്റേറ്റ് കമ്പനിയാണ് 420 നിന്ന് 789 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർത്തിയതായിട്ടാണ് ഇപ്പോഴുള്ള ന്യൂസുകൾ. നമുക്ക് സൺഡേ ഒരു ലൈവ് Q&A സെക്ഷൻ വെച്ചാലോ എന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക, അതനുസരിച്ച് നമുക്ക് പ്ലാൻ ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ശുഭദിനം. താങ്ക് യു ഓൾ.